അങ്ങനെ നമ്മൾ നേരത്തെ യേശുക്രിസ്തു അപ്പം പങ്കുവെച്ച കഥ കേട്ടിട്ടുണ്ടല്ലോ, അതിനേക്കാൾ പ്രയാസമാണ് ഇപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണം. കാരണം മന്ത്രിമാരെ കൊണ്ട് തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. അതിനിടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഒരുപാട് വകുപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാലും വല്ലാത്തൊരു കഥയാണ്. അതായത് മുഖ്യമന്ത്രി തർക്കം കഴിഞ്ഞില്ല, അതിനു മുൻപേ മന്ത്രി തർക്കത്തിലേക്കും കടക്കുമ്പോൾ മറ്റൊരു തർക്കം കൂടി നടക്കുന്നുണ്ട്. ഏതാണെന്നറിയാമോ? KPCC പ്രസിഡന്റ്, കാരണം ആ കസേര ഒഴിഞ്ഞിരിക്കുകയാണ്. ആ കസേര ഒഴിഞ്ഞല്ലോ. അപ്പോൾ അതും ഒഴിയുന്ന കസേരകൾക്കായിട്ട് കൂട്ടടിയാണ്. അതെ അതെ, ആര് ഇരിക്കുമെന്നുള്ളത്. എന്തായാലും തർക്കങ്ങൾക്കൊടുവിൽ ഒരുവിധം UDF സർക്കാർ അധികാരത്തിലേറിയെങ്കിലും കോൺഗ്രസിലെ പ്രതിസന്ധി തീരുന്നില്ല. മന്ത്രിയായ അധികാരമേറ്റ സണ്ണി ജോസഫിന് പകരം പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്തുക എന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. വിവിധ നേതാക്കളും ഗ്രൂപ്പുകളും അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് തന്നെയാകും സണ്ണി ജോസഫിന്റെ പിൻഗാമിയാകുക. വീണ്ടും ശ്യാം ഉണ്ട് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ. ശ്യാം, അങ്ങനെ ഒരു കോൺഗ്രസിലെ പ്രതിസന്ധി തീരുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ നമുക്ക് ഇനി വരുന്ന 5 വർഷത്തോളം റിപ്പോർട്ട് ചെയ്യേണ്ടി വരും, അത് സ്വാഭാവികം. എന്തായാലും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി സണ്ണി ജോസഫിന്റെ പിൻഗാമിയായി ആരെത്തും, ഏതൊക്കെ സംഘടനകൾ അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കളാണ് ഇപ്പോൾ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്, എങ്ങനെയാകും ഈ തലവേദന കോൺഗ്രസ് ഒഴിവാക്കുന്നത്? അശ്വതി, രോഹിണി, എന്തായാലും ഈ മന്ത്രിസഭ അധികാരമേറ്റതിന് പിന്നാലെ തന്നെ KPCCയിലും അടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തർക്കത്തോട് തർക്കം തന്നെയാണ് നടക്കുന്നത്. പ്രധാനമായും KPCC അധ്യക്ഷനെ കണ്ടെത്താനുള്ള തർക്കം അത് ആരിലേക്ക് എത്തി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പ്രവചനാതീതമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഇത്തരത്തിൽ ക്രൈസ്തവ സഭയുടെ ഒരു പ്രാതിനിധ്യം ഇക്കാര്യത്തിൽ വേണമെന്ന് തന്നെയാണ് പ്രധാനമായും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ KC പക്ഷവും നിലവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ സഭാ അധ്യക്ഷന്മാരായി കൂടിയാലോചനകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ ഈ ചർച്ചകളുമെല്ലാം തന്നെ സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സണ്ണി ജോസഫിന് പകരം വരുമ്പോഴേക്കും ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പിക്കണം, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിവിധ സഭാധ്യക്ഷന്മാരെല്ലാം തന്നെ മുഖ്യമന്ത്രി സതീശനെ അടക്കമുള്ളവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ വരുമ്പോഴേക്കും പ്രധാനമായും KPCC അധ്യക്ഷൻ്റെ സ്ഥാനത്തേക്ക് നിലവിലൊരു സഭാ പ്രാതിനിധ്യം വേണമെന്നുള്ളൊരു ആവശ്യം കൂടി വിവിധ സഭാ നേതൃത്വം വെച്ച് പുലർത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലൊരു ദളിത് പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തേക്ക് മുൻ KPCC അധ്യക്ഷന്മാരെ ധരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുകയും ഹൈക്കമാൻഡിനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ എന്നാൽ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് ഇതുവരെ പരസ്യമായൊരു നിലപാട് സ്വീകരിക്കാനായിട്ട് മുതിർന്നിട്ടില്ല. പ്രധാനമായും കൊടിക്കുന്നിൽ സുരേഷ് ഇത് കാലങ്ങളായി മുൻകാലങ്ങളിലുമെല്ലാം തന്നെ ഇക്കാര്യത്തിലൊരു ദളിത് വിഭാഗത്തിൻ്റെ ഒരു പ്രാതിനിധ്യം വേണമെന്ന കാലങ്ങളായി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്നാൽ അതിനോടെല്ലാം തന്നെ മുഖം തിരിക്കുന്ന സമീപനം തന്നെയായിരുന്നു കോൺഗ്രസും ഹൈക്കമാൻഡും എല്ലാം തന്നെ തീരുമാനിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴേക്കും VDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം വരുമ്പോഴേക്കും സണ്ണി ജോസഫ് ഈ മന്ത്രിസഭയിൽ അംഗമായി പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോഴേക്കും ചുമതല മറ്റൊരാൾക്ക് കൈമാറേണ്ട ആ ഘട്ടത്തിൽ തന്നെ പ്രധാനമായും ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നതായിരിക്കും പുതിയൊരു KPCC അധ്യക്ഷനെ കണ്ടെത്തുന്നതിലൂടെ ഇനി നടക്കാൻ കോൺഗ്രസിൽ തീരുമാനം എടുക്കുക. അശ്വതി, രോഹിണി. യെസ്, എന്തായാലും കോൺഗ്രസ് പ്രതിസന്ധിക്ക് അയവില്ല. അപ്പോഴും നമ്മൾ ആദ്യമേ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതായത് ഭൂരിപക്ഷം ന്യൂനപക്ഷമാകുന്ന കാഴ്ച എല്ലായിടങ്ങളിലും ഇപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ സണ്ണി ജോസഫ് പോയാലും അവിടെ പകരം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ തന്നെ വേണം എന്നുള്ള വാശി പിടിക്കുന്നുണ്ട് സഭാ നേതൃത്വം എന്നുള്ളതാണ്. എന്തായാലും ഈ പൊതുജന സേവനം എന്നുള്ളത് ഇപ്പോൾ മാറി മത സാമുദായിക വർഗീയ ധ്രുവീകരണവും അവരുടെ ആധിപത്യത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്നുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി നടത്തുന്നുണ്ട്.